ഷിക്കാഗോയിൽ സീറോ മലബാർ രൂപതയുടെ രജത ജൂബിലി കൺവെൻഷനിൽ വെച്ച് തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തുമായിട്ട് സുദീർഘമായി സംസാരിക്കുകയുണ്ടായി. ആ സംസാരം, ആ അഭിമുഖം എന്ന് തന്നെ പറയാം, അത് വീഡിയോയിൽ പകർത്തുന്നതിനും അദ്ദേഹം സമ്മതിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ഒന്നിനും ഒരു കൂസലുമില്ല, പറയുന്നതിനെപ്പറ്റി തികഞ്ഞ ബോധ്യമുണ്ട് എന്നർത്ഥം. അപ്പോൾ അതോടുകൂടി ആകപ്പാടെ ഒരു കൺഫ്യൂഷൻ, ആര് പറയുന്നതാണ് ശരി. എന്തായാലും നേഴ്സുമാർക്ക് ശമ്പളം കൂട്ടിക്കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല. ശമ്പളം കൊടുക്കേണ്ടിടത്തെല്ലാം കൊടുക്കണം, അർഹമായ ശമ്പളം കൊടുക്കണം. അത് എവിടെയാണെങ്കിലും, ജൂബിലിയിലായാലും ഏത് ചെറിയ ഹോസ്പിറ്റലായാലും വലിയ ഹോസ്പിറ്റലായാലും എവിടെയാണെങ്കിലും കൊടുക്കണം. അക്കാര്യത്തിൽ ഒരു സന്ദേഹവും നമുക്കില്ല. അതുപോലെ തന്നെ ആ സമ്മേളനത്തിൽ ഈ കൺവെൻഷനിൽ പങ്കെടുത്ത ധാരാളം പേര് നേഴ്സുമാരായിരുന്നു. അവരിൽ സംസാരിച്ച പലരും ആ നേഴ്സുമാരുടെ സമരം തീർക്കണം, അവർക്ക് ന്യായമായ അവകാശങ്ങൾ കൊടുക്കണം എന്നുള്ള നിലപാടാണ് പറഞ്ഞത്. അപ്പോഴാണ് ഈ ബിഷപ്പ് ഇങ്ങനെ ഒരു നിലപാട് കൃത്യമായിട്ട് പറയുന്നത്. അദ്ദേഹം പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ഇതാണ്: ഇത് നമ്മൾ കാണുന്ന പോലുള്ള ഒരു സമരമല്ല, ഇതിന് പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളുണ്ട്. അതായത് തൃശ്ശൂരിൽ മാത്രമാണ് ഈ കോർപ്പറേറ്റ് ആശുപത്രികൾ, വൻകിട ആശുപത്രികളൊന്നും വരാത്തൊരു സ്ഥലം. മറ്റുള്ളവർക്ക് ആർക്കും അത് ഇതുവരെ വെട്ടിപ്പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. എൻ്റെ പ്രധാന കാരണം ജൂബിലി മിഷൻ ആശുപത്രി വളരെ ശക്തമായിട്ട് അവിടെ നിലകൊള്ളുന്നു. 800 ബെഡിൽ കൂടുതലുണ്ട്. അത് കേരളത്തിൽ 800 ബെഡിൽ കൂടുതലുള്ള ആശുപത്രികളുണ്ടോ എന്ന് സംശയം. അപ്പോൾ അതുപോലെ ധാരാളം ആളുകൾക്ക് ചികിത്സിക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ 800 പേരാകുമ്പോൾ അതിനുള്ള സൗകര്യങ്ങളുണ്ട്. അതിനൊക്കെ സ്റ്റാഫ്, ഡോക്ടർമാരും നേഴ്സുമാരും മറ്റെല്ലാ സ്റ്റാഫും ഉണ്ട്. എല്ലാവിധ സൗകര്യങ്ങളും അവിടെയുണ്ട്. ഇനി അവിടെ ഒരു ഔട്ട് പേഷ്യൻ്റായിട്ട് ചെന്ന് കഴിഞ്ഞാൽ $100 കൊടുത്താൽ മതി ചീട്ടെടുക്കുന്നതിന്. മറ്റുള്ളിടത്തൊക്കെ കുറഞ്ഞത് 300-ഉം 500-ഉം ആ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ സാധാരണക്കാർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഈ ഹോസ്പിറ്റൽ. അവിടെ എല്ലാവിധ ചികിത്സയും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കിട്ടും, ഏറ്റവും വിശ്വാസ്യതയോടുകൂടി കിട്ടും. ഏറ്റവും ഈ കഴുത്തറപ്പൻ രീതികളൊന്നുമില്ല, നമ്മുടെ പൈസ തട്ടിച്ചെടുക്കാനുള്ള കോർപ്പറേറ്റ് സംവിധാനങ്ങളൊന്നുമില്ല. ഇത് ഒരു മിഷൻ ആശുപത്രിയാണ്, കോർപ്പറേറ്റ് ആശുപത്രിയല്ല. അങ്ങനെ പോകുന്ന ഒരു ആശുപത്രിയാണ്. അപ്പോൾ ഇങ്ങനെ ജനപ്രിയമായിട്ടൊരു ആശുപത്രി നിൽക്കുമ്പോൾ ഈ കോർപ്പറേറ്റ് ആശുപത്രികൾക്ക് അങ്ങോട്ട് കടന്നു കയറാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇവിടെ പ്രശ്നം ഉണ്ടാകണം, ഈ സ്ഥാപനത്തെ താറടിക്കണം, ഇതിൻ്റെ പേരുദോഷം ഉണ്ടാക്കണം, പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. അങ്ങനെ വന്നാൽ ഈ കോർപ്പറേറ്റ് ആശുപത്രികൾക്ക് അവിടെ കടന്നു കയറാൻ പറ്റൂ. അപ്പോൾ അതിന് ഈ നേഴ്സുമാർ ഒരു ചട്ടുകങ്ങളായിട്ട് പ്രവർത്തിക്കുന്നു എന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. അദ്ദേഹം പറഞ്ഞത് അതുതന്നെയാണ്. അപ്പോൾ അതിനെ പൊലിപ്പിക്കാനായിട്ട് ഇപ്പം മറുനാടൻ മലയാളി, ഞാൻ ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ ആദരിക്കുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ ഫിലഡൽഫിയയിൽ വിൻസെൻ്റ് ഇമ്മാനുവൽ, ഇവരൊക്കെ ഈ നേഴ്സ് സമരത്തിന് അതിശക്തമായ പിന്തുണയാണ് നൽകുന്നത്. അപ്പോൾ അവരോടൊന്നും എനിക്കൊരു അവിശ്വാസവും തോന്നുന്നില്ല. ഈ നേഴ്സ് സമരം, അവർക്ക് ന്യായമായ ശമ്പളം കിട്ടണമെന്നുള്ള കാര്യത്തിൽ എനിക്കും തർക്കമില്ല. പക്ഷേ ഈ ആർച്ച് ബിഷപ്പ് പറയുന്നൊരു കാര്യം, ഇവിടെ 800 ബെഡിൽ കൂടുതലുള്ള ആശുപത്രിയാണ്, അതുകൊണ്ട് അതനുസരിച്ച് ശമ്പളം കൂട്ടണമെന്ന് പറയുന്നു. അപ്പം 100 പേരുള്ള സ്കൂളിലും 1000 പേരുള്ള സ്കൂളിലും അധ്യാപകന് കിട്ടുന്ന ശമ്പളം ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ ജോലിക്കനുസരിച്ചാണ് ശമ്പളം, അല്ലാതെ ഈ സ്ഥാപനത്തിൻ്റെ വലിപ്പം അനുസരിച്ചല്ല. അത് എനിക്കത്ര ബോധ്യം പോരാ. ഇപ്പം മനോരമയിലും ഈ ഏറ്റവും ചെറിയൊരു പത്രത്തിലും ഒരേ ശമ്പളം എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ലല്ലോ എന്ന് മാത്രം. പക്ഷേ ഇത് സർക്കാർ തീരുമാനിച്ചാൽ മതി. ഇനിയിപ്പോൾ ശമ്പളത്തിന് വർധനവ് വേണമെങ്കിൽ അത് സർക്കാർ തീരുമാനിച്ചാൽ മതി, ഞങ്ങൾ ആ ശമ്പളം കൊടുക്കാം. അതിൽ കുറച്ച് ന്യായമുണ്ട് എന്ന് തോന്നുന്നു. എല്ലാ ആശുപത്രിയിലും ആ ശമ്പളം ഒരു നിരക്ക് നിശ്ചയിക്കണം. അല്ലാതെ ഇവിടെ മാത്രം ഇങ്ങനെ ശമ്പളം കൂട്ടണമെന്ന് പറയുന്നതിൽ എന്താണ് ന്യായമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, ഇപ്പം മനോരമയിൽ ഞങ്ങളൊക്കെ വേജ് ബോർഡിന് കാത്തിരിക്കുമായിരുന്നു. 5 വർഷമോ 10 വർഷമോ എന്തോ കൂടുമ്പോഴാണ് ഈ വേജ് ബോർഡ് വരിക. ആ വേജ് ബോർഡാണ് അഖിലേന്ത്യാ തലത്തിലെ പത്രക്കാരുടെ എല്ലാം ശമ്പളം തീരുമാനിക്കുക. അതനുസരിച്ചാണ് നമുക്ക് ശമ്പളം കിട്ടുക. അല്ലാതെ മനോരമയിൽ മാത്രമായിട്ട് ശമ്പളം കൂട്ടി കിട്ടുന്ന പതിവ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുപോലെ ഒരു സംവിധാനം കേരളത്തിലും ഉണ്ടാകണം. നേഴ്സുമാരുടെ മിനിമം ശമ്പളവും, അല്ലെങ്കിൽ നേഴ്സുമാരുടെ അതുപോലുള്ള സ്റ്റാഫിൻ്റെ, ആശുപത്രി ജീവനക്കാരുടെ ശമ്പളമൊക്കെ ആ മിനിമം ശമ്പളം നിശ്ചയിക്കുന്ന ഒരു സംവിധാനം കേരള സർക്കാരിലും ഉണ്ടാവണം. അതനുസരിച്ച് എല്ലാവരും കൊടുക്കണം. അപ്പോൾ അതുതന്നെയാണ് ബിഷപ്പും ആവശ്യപ്പെടുന്നത്. അല്ലാതെ ഞങ്ങൾക്കെതിരെ മാത്രം എന്തിനാണ് സമരം? അപ്പോൾ എന്ന് മാത്രമല്ല, അദ്ദേഹം പറയുന്ന വേറെയും ചില ന്യായങ്ങളുണ്ട്. കേരളത്തിൽ ഏറ്റവും അധികം ശമ്പളം കൊടുക്കുന്ന ആശുപത്രിയാണിത്. നഴ്സുമാർക്ക് ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയാണ്. ഈ സമരമൊക്കെ വന്നതിന് ശേഷമാണ് ഈ രാജഗിരി ഒരു കോർപ്പറേറ്റ് ആശുപത്രിയായിട്ടാണ്, അത് സഭയുടേതാണെങ്കിൽ കൂടി അദ്ദേഹം പറയുന്നത്. അവിടെ പോലും ഇവിടുത്തെ ഒപ്പം ശമ്പളം വന്നത് ഈ സമരമൊക്കെ വന്നതിന് ശേഷമാണ്. ഇപ്പം അത് ഏതാണ്ട് 10,000 രൂപയോട് കൂടുതൽ കൊടുക്കുകയും ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം മറ്റാശുപത്രികളിലൊന്നും ഈ നിരക്കിലുള്ള ശമ്പളം പോലും ഇല്ലായിരുന്നു. അപ്പോൾ അതായിരുന്നു സ്ഥിതി. അവിടെയൊന്നും പ്രശ്നങ്ങളില്ല. ഇവിടെ ഇപ്പം ഈ ഒരു ആശുപത്രിയെ മാത്രം തെരഞ്ഞു പിടിച്ച് സമരം നടത്തുന്നു. അപ്പോൾ അത് ദുഷ്ടലക്ഷ്യമുണ്ട്. അതിൻ്റെ പിന്നിൽ ഈ മിഷൻ ആശുപത്രിയും സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ആശുപത്രി എന്നുള്ള ആ നിലപാട്, അതാണ് പ്രശ്നമായി മാറിയിരിക്കുന്നത്. അത് ചിലർക്ക് കണ്ണിലെ കരടായി മാറിയിരിക്കുന്നു. അപ്പോൾ അത് ഏതായാലും അംഗീകരിക്കില്ല. ഒരു നിലപാടിൽ ഉറച്ചു തന്നെയാണ് നിൽക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ എനിക്ക് പിന്നെ ആ ചില കാര്യങ്ങളിൽ പിന്നെ നമുക്ക് പിന്നെ അനുകൂല അഭിപ്രായമുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം അമൃത ആശുപത്രിയിൽ നേഴ്സുമാർക്കൊരു യൂണിയൻ പോലും ഇല്ല. അവിടെ ഒരു യൂണിയൻ ഉണ്ടാക്കിയപ്പം ആ നേഴ്സുമാരെല്ലാം അടി കൊടുത്ത് ശരിപ്പെടുത്തുകയാണ് ചെയ്തത്. അത് നമ്മൾ കണ്ടതാണല്ലേ. അതിനുശേഷം പിന്നെ യൂണിയൻ പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇവിടെ ഇപ്പം ഒരു ഓപ്പണിംഗ് ഉണ്ട്, അതുകൊണ്ട് ഇവിടെ സമരം നടത്താം എന്ന് പറയുന്ന ആ നിലപാടിന് നിൽക്കുന്നത് ശരിയല്ല. ഇപ്പം ഇവിടെ ഉണ്ടായിരുന്ന ഞങ്ങൾ പിന്നെ മറ്റു നേഴ്സുമാരും ഇവരൊക്കെ പറഞ്ഞത് അവിടെ സമരത്തിനിരിക്കുന്നത് നമ്മുടെ പിള്ളേരാണ് ഇരിക്കുന്നത്, നമ്മുടെ സ്ത്രീകളും നമ്മുടെ പെൺകുട്ടികളും, അവരെ അവിടെ വെയിലത്തും മഴയത്തും നിർത്തുന്നത് അത് ശരിയല്ല എന്ന് അത് പിന്നെ ആർച്ച് ബിഷപ്പ് സമ്മതിച്ചു. ആ പാവങ്ങളോട് പിന്നെ ഒരു വിരോധവുമില്ല, ഒരു ദേഷ്യവുമില്ല. പക്ഷേ അവരിങ്ങനെ ഈ ഒരു ചട്ടുകങ്ങളായി മാറിയിരിക്കുന്നു എന്നുള്ളൊരു നിലപാടിലാണ് അദ്ദേഹം സംസാരിച്ചത്. അപ്പോൾ എങ്ങനെ വന്നാലും ഈ സമരം ഇനിയിപ്പോൾ സമരം തീരുകയും ഇവർ തിരിച്ചു വരികയും ചെയ്താൽ അവരെ തിരിച്ചെടുക്കുക എന്നുള്ള ചോദ്യത്തിന് ഇവിടെ ഇപ്പം കൂടുതൽ ആളുകളെ നിയമിച്ചു. ഈ സമരം വന്നതോടുകൂടി കുറേ ആളുകളെല്ലാം പുതുതായിട്ട് വന്നു. അതുകൊണ്ട് ഓപ്പണിംഗ് അനുസരിച്ചാണ് ഇനി തിരിച്ചെടുക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ആളുകൾ ഈ സമരം ചെയ്തവർ മിക്കവാറും പുറത്ത് തന്നെ നിൽക്കേണ്ട ഒരവസ്ഥ പോലും വരുന്നു. അപ്പോൾ ഇതിനൊരു പരിഹാരം വേണ്ട. ഇതിൻ്റെ കൂടുതൽ ന്യായാന്യായതകൾ പിന്നെ പറയുമ്പോൾ ഇതിനൊരു വർഗീയ പ്രശ്നമായിട്ട് ഇത് മാറിയിരിക്കുന്നു. അപ്പോൾ തൃശ്ശൂർ രൂപതയിലെ ആരോട് ചോദിച്ചാലും അല്ലെ ഈ കത്തോലിക്ക സഭയിലെ ആരോട് ചോദിച്ചാലും ഇത് കത്തോലിക്ക സ്ഥാപനങ്ങൾ തകർക്കാനുള്ള ഒരു പരിപാടി പിന്നെ കുറേ വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ട്. കത്തോലിക്ക സ്ഥാപനങ്ങളിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പെട്ടെന്ന് പ്രാർത്ഥനാ മുറി വേണം, അത് വേണം, ഇത് വേണം, ഇങ്ങനെ ആവശ്യങ്ങൾ ഉയരുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവിടെയെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അവിടെയെല്ലാം പിന്നെ ഓരോ രീതിയിലുള്ള പിന്നെ കുത്തിത്തിരിപ്പുകളും പ്രശ്നങ്ങളും ഉണ്ടാക്കി വരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് ഇതും എന്നാണ് ഇപ്പോൾ പിന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ അതെന്തായാലും അത് ഖേദകരമാണ്. അങ്ങനെ ഒരു കാര്യത്തിന് നമ്മളെ സഹോദരിമാർ നിന്നു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല. നമുക്കറിയാം വിഴിഞ്ഞം സമരം നടക്കുമ്പം അന്ന് അതിന് നേതൃത്വം കൊടുത്ത പിന്നെ വൈദികൻ പറഞ്ഞ ഒരു വാക്ക്, അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ ഒരു തീവ്രവാദി ഉണ്ട് എന്ന് പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു പരാമർശം. പിന്നെ അതിൻ്റെ പേരിലാണ് ആ സമരത്തിൻ്റെ പ്രാധാന്യം ഇടിഞ്ഞു പോയത്. കാരണം അപ്പോഴത്തേക്ക് അതൊരു വർഗീയ പ്രശ്നമായി മാറി എന്ന് പറഞ്ഞ പോലെ ഇതിപ്പോൾ ഈ സീറോ മലബാർ അല്ലെങ്കിൽ കത്തോലിക്ക അല്ലെങ്കിൽ ക്രിസ്തീയ വിഭാഗങ്ങൾ ഇത് ക്രൈസ്തവർക്കെതിരായ ഒരു പരിപാടി പിന്നെ തുടർന്നുകൊണ്ടിരിക്കുന്ന പരിപാടിയിൽ അടുത്ത ഒരു പരിപാടിയായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു തൊഴിൽ സമരം ആ രീതിയിലേക്ക് വരുന്നത് ഖേദകരമാണ്. ആ തൊഴിൽ സമരം മാത്രമാണ്. അതിനപ്പുറത്ത് ഒരു അർത്ഥവും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത്, ജാസ്മിൻ ഷാ അല്ല ബിൻ ലാദൻ ആണെങ്കിലും നമുക്കത് പ്രശ്നമല്ല. നമ്മളവർ ചോദിക്കുന്ന കാര്യങ്ങളാണ് നമ്മളെ സംബന്ധിച്ചോളം പ്രശ്നം. അവരുടെ ആവശ്യങ്ങൾ ന്യായമാണോ എന്നുള്ളത്. പക്ഷേ ഇതിപ്പം ദുഷ്ടലക്ഷ്യങ്ങളോടുകൂടി പലരും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അതാണ് ലക്ഷ്യമെങ്കിൽ അതിനെ അനുകൂലിക്കുകയും ബുദ്ധിമുട്ടായിത്തീരും. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പിന്നെ ഈ നഴ്സുമാർ, എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ യുദ്ധങ്ങളെപ്പറ്റി പറയുമ്പോൾ ഒരു പരാമർശമുണ്ട്. ചില യുദ്ധങ്ങളൊക്കെ ഈ സൈന്യാധിപന്മാർ പിന്നോട്ട് പോകും, അവർ പിന്നെ മുന്നോട്ട് പോവുകയില്ല, പിന്നോക്കം പോകും. 2 അടി പിന്നോട്ട്, പിന്നീട് 1 അടി മുന്നോട്ട്. കാരണം അതാണ് ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾക്ക് വിജയിക്കുക എന്നുള്ളത് ആത്യന്തിക വിജയത്തിന് വേണ്ടിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇടയ്ക്ക് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നാൽ അതിന് മടിക്കരുത് ഒരിക്കലും. നമ്മുടെ ജോലിയും നമ്മുടെ സൗകര്യങ്ങളും എല്ലാം പിന്നെ ബലി കഴിപ്പിച്ചുകൊണ്ട് അവിടെ പോയിരുന്ന് സമരം ചെയ്തുകൊണ്ട് ഒന്നും നേടാതെ പോയി കഴിഞ്ഞാൽ ഒരു ഗുണവുമില്ല. അതുകൊണ്ട് ആ സമരം തൽക്കാലം നിർത്തുക. സമരത്തിന് അനുകൂലമായൊരു സാഹചര്യത്തിലേക്ക് പിന്നെ വരുന്നത് വരെ അതിനൊരു മാറ്റമുണ്ടാവട്ടെ, ഒരു മാറ്റം വരട്ടെ. അങ്ങനെയല്ലേ വേണ്ടത്. അതോ നമ്മൾ കടുംപിടുത്തം ഞങ്ങൾ പിടിക്കുന്നിടത്ത് പിന്നെ ഇത് കഴിഞ്ഞിട്ടേ ഞങ്ങളിനി പിന്നെ വേറെന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞ ആ നിലപാട് അത് ശരിയാണോ? അതൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ആർച്ച് ബിഷപ്പ് പറഞ്ഞ മറ്റൊരു കാര്യം, ഈ അമല ആശുപത്രിയിൽ അവിടെ ഇത്രയധികം ശമ്പളം ഇല്ലായിരുന്നു. ഇപ്പോൾ അവർ കുറച്ച് ശമ്പളമൊക്കെ കൂട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ പ്രശ്നം തീർന്നത്. അപ്പോൾ ഇവിടെ ഭേദപ്പെട്ട ശമ്പളമാണ് മറ്റു ആശുപത്രിയിൽ കിട്ടുന്നതിൽ കൂടുതൽ ശമ്പളമാണ് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇവർക്കെല്ലാം ലീഗലായിട്ടാണ് ശമ്പളം കൊടുക്കുന്നത്. എല്ലാവർക്കും ബാങ്ക് വഴിയൊക്കെയാണ് ശമ്പളം കൊടുക്കുന്നത്. അല്ലാതെ അണ്ടർ ദ ടേബിൾ ആ പരിപാടിയൊന്നുമില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. എല്ലാം നേരെ പോകുന്നത്. അപ്പോൾ സഭയുടെ ഒരു അഭിമാന പദ്ധതിയാണിത്. ആ നിലപാടുകളുടെ പേരിൽ താൻ ക്രൂശിക്കപ്പെട്ടാലും അങ്ങനെ പിന്നോക്കം പോകുന്ന ഒരു നിലപാട് വിട്ട് കളയുന്ന ഒരു പ്രശ്നമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ കൊച്ചിയിലെ ലിസി ആശുപത്രിക്ക് എതിരെ സമരം നടത്തണ്ട എന്ന് ഷൈജു ആൻ്റണി, അദ്ദേഹം ഒരു കഥാപാത്രമാണ്. പിന്നെ കൊച്ചിയിലെ ഈ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു. അപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായിരുന്നു, അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ കൂടെ ബിഷപ്പ് പറഞ്ഞ വേറെ ഒരു സുപ്രധാന കാര്യം കൂടിയുണ്ട്. അദ്ദേഹം ഈ വർഷാവസാനം റിട്ടയർ ചെയ്യുകയാണ്. റിട്ടയർമെൻറ്റ് പേപ്പേഴ്സ് 75 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കത്തോലിക്ക സഭയിൽ
രാജിക്കത്ത് കൊടുക്കാം. പിന്നെ മാർപ്പാപ്പയാണ് തീരുമാനിക്കുന്നത് മാർപ്പാപ്പയല്ല, കേരളത്തിലെ സിനഡ് ആണ് തീരുമാനിക്കേണ്ടത് എപ്പോഴാണ് രാജി സ്വീകരിക്കേണ്ടതെന്ന്. അദ്ദേഹം പറയുന്നത് ഈ രാജിയൊന്നും ഇത് എക്സ്റ്റൻഷൻ കൂടുതൽ നാളൊന്നും നിൽക്കാനുള്ള താല്പര്യമില്ല, പേപ്പർ കൊടുത്തു, ഇനി ജനുവരി ആകുമ്പോഴത്തേക്ക് പുതിയൊരു ആർച്ച് ബിഷപ്പ് വരട്ടെ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. എങ്ങനെ വന്നാലും ഈ നേഴ്സിംഗ് സമരം ഒരു വർഗീയ പ്രശ്നമായി മാറുന്നത് ശരിയല്ല. അതൊരു തൊഴിൽ സമരമാണ്. അത് തൊഴിൽ സമരമായിട്ട് തന്നെ തുടരണം. അക്കാര്യത്തിൽ എനിക്ക് ഒരു തർക്കവുമില്ല. അപ്പോൾ അതിന് ഈ ഒരു വർഗീയ ചിന്താഗതി വരുന്ന ഒരു സാഹചര്യത്തിൽ ആ സമരം തൽക്കാലം നിർത്തുകയും തിരിച്ച് ജോലിക്ക് കയറാനായിട്ട് നോക്കുക. മാനേജ്മെൻറ്റുമായിട്ടൊരു ഒത്തുതീർപ്പും കരാറും ഒക്കെ ഉണ്ടാവുക. ഒരു സൗമനസ്യത്തോടുകൂടി ഇരുവിഭാഗവും ഈ പ്രശ്നത്തെ നേരിടുകയല്ലേ വേണ്ടത്. അതല്ലേ ഒരാവശ്യമെന്ന് തോന്നിപ്പോകുന്നു ഈ ആർച്ച് ബിഷപ്പിൻ്റെ നിലപാട് കണ്ടപ്പോൾ. എങ്ങനെയായാലും ആർച്ച് ബിഷപ്പ് ഇങ്ങനെയൊക്കെ പറഞ്ഞുവെങ്കിലും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ ലാലി കളപ്പുരയ്ക്കൽ അങ്ങനെയൊക്കെയുള്ള നേഴ്സുമാർ, അവിടെ ജൂബിലിയിൽ പഠിച്ച നേഴ്സുമാരുണ്ട്. അവരൊന്നും കൺവിൻസ്ഡ് ആയിട്ടില്ല. ആർച്ച് ബിഷപ്പ് പറയുന്ന മുഴുവൻ അവരങ്ങോട്ട് വിശ്വസിച്ചിട്ടില്ല എന്നുള്ളതും ഒരു സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. എങ്ങനെ വന്നാലും ആ സമരം തൽക്കാലം ഒന്ന് നിർത്തുക, എന്നിട്ട് ആ പ്രശ്നം ഒന്ന് പരിഹരിക്കുക.